ഇന്നത്തെ ചങ്ങനാശ്ശേരി, കോട്ടയം താലൂക്കുകളും മീനച്ചിൽ താലൂക്കിൻ്റെ ചില ഭാഗങ്ങളും ചേർന്നതാണ് പഴയ വെമ്പലനാട്. വെമ്പലനാട് വാഴുന്ന തമ്പുരാന്റെ കൊട്ടാരം ദീപാലങ്കാരങ്ങളാൽ പ്രശോഭിതമായിരിക്കുന്നു. അന്തരീക്ഷത്തിൽ എവിടെയും സന്തോഷം അലതല്ലുകയാണ്. ഇന്ന് കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയുടെ കല്യാണ മഹോത്സവം നടക്കുകയാണ്. നൃത്താഘോഷങ്ങൾക്കിടെ പൊട്ടിക്കരയുന്ന കൊച്ചു തമ്പുരാട്ടിയെ കണ്ട് എല്ലാവരും അസ്വസ്ഥരായി. തോഴിമാർ അവളുടെ സങ്കടത്തിൻ്റെ കാരണം ആരാഞ്ഞപ്പോൾ അന്നുവരെ ആർക്കും അറിയാത്ത ഒരു കണ്ണീർ കഥയുടെ ചുരുൾ നിവരുകയാണ്. വെമ്പലനാട്ടിലെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. തമ്പുരാട്ടിയുടെ ആഗ്രഹം നിറവേറ്റാൻ തമ്പുരാൻ കൊട്ടാരം സേവകന്മാരെ വിളിച്ച് ചന്ദനമരവും കൊണ്ടുവരാൻ കൽപ്പന കൊടുത്തു.
തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടിയിലേക്കാരും വരേണ്ട നാളെ. തലയും ചൊറിഞ്ഞോ തിരിച്ചു വന്നാൽ തലയോടുകൂടെ വിടില്ലൊരാളെ. തലയും ചൊറിഞ്ഞോ തിരിച്ചു വന്നാൽ തലയോടുകൂടെ വിടില്ലൊരാളെ. തമ്പുരാന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് കൊത്തുപണിക്കാരും നായന്മാരും തച്ചന്മാരുമടങ്ങുന്ന ഒരു സംഘം കിഴക്കൻ മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ക്ഷീണിതരായ അവർ ഒരു പുഴക്കരയിൽ അല്പം വിശ്രമിക്കാനിരിക്കവേ അവരിലൊരാൾ ആ കാഴ്ച കണ്ടു. തെല്ലകലെ ഒരു വലിയ ചന്ദനമരം. അവർ ഒരുമിച്ച് ആ മരച്ചുവട്ടിലേക്ക് ഓടിയെത്തി. വെട്ടുവാൻ കോടാലി ഉയർത്തി. അപ്പോൾ അതാ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. അവർ ഞെട്ടിവിറച്ചു. വല്ല യക്ഷിയോ വനദേവതകളോ മറ്റോ ആണോ? അവർ കോടി രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യും? ചന്ദനമരം കൂടാതെ കൊട്ടാരത്തിൽ ചെന്നാൽ തമ്പുരാൻ തലവെട്ടും. ഭയം 1000 സർപ്പങ്ങളെപ്പോലെ അവരുടെ മുൻപിൽ പണം വിടർത്തി ആടാൻ തുടങ്ങി. धड़ से कटेगा, कहाँ पे छिपेगा, कहाँ पे बचेगा। उठा तो गिरेगा, गिरा तो चिरेगा, छिपा तो मिलेगा, मिला तो मारेगा। जाग भाग भाग बच सके तो बच ले आज। भी है ये ज़लज़ला है, पूरे जोर पर चला है। किस्मत में है जो लड़ा है, कौन रह सका खड़ा है। सबसे अटल सबसे प्रबल शस्त्र रचित रक्त चरित dream of watching it fade away. Feel me once, feel me twice, feel me more, I'll shoot you at sight. You better keep running if you want to survive. 'Cause every night I dream of watching you. तो बच गया। नाच नाच सारी रात, क्या पता मैं कल लूटा। पीट पीट ढोल पीट, हाथ पाँव मार के नाच उंगलियों पे नाच नाच, रात सारी मौत का हूँ मैं मदारी बाज।
അവസാനം അവരിൽ ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാൻ തീരുമാനിച്ചു. അയാൾ ചെമ്പട്ടിൽ പൊതിഞ്ഞ് മാണിക്യം പോലൊരു കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വന്നു. ഈ കുഞ്ഞ് എങ്ങനെ ഈ മരപ്പൊത്തിലെത്തി? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു. ആ മരപ്പൊത്തിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. പൊത്തിന്ന് പോരുവാനുണ്ടു മോഹം, പോരുവാൻ വയ്യാത്തതാണു പോലും. നിറവുറ്റ വാത്സല്യമോലുമമ്മ ചിറകിട്ടടിച്ചു മരിക്കും പോലും. അവർ കുഞ്ഞിനെ കട്യാവിൽ പൊതിഞ്ഞെടുത്തു. ചന്ദനമരവും വെട്ടി തോളിലേറ്റി സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. വൈകുന്നേരമായപ്പോൾ കൊക്കിൽ നിറയെ ഞാറപ്പഴക്കുലകളുമായി കുഞ്ഞിൻ്റെ അടുക്കൽ മടങ്ങി വന്ന അമ്മ പക്ഷി തൻ്റെ വീടായിരുന്ന ചന്ദനമരം ഉടൽ മുറിഞ്ഞ് ചില്ലകൾ ചിതറിക്കിടക്കുന്നത് കണ്ട് തകർന്നുപോയി. അത് കുഞ്ഞിനെ തിരഞ്ഞു നിലവിളിച്ച് അവിടെയെല്ലാം അലഞ്ഞു. നിലാവുദിച്ചപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. നിലത്ത് ചോരത്തുള്ളികൾ പോലെ എന്തോ ഒന്ന് ഇടവിട്ട് കിടക്കുന്നു. അവളത് സൂക്ഷിച്ചു നോക്കി. നലമൂലും അമ്മയ്ക്കു കണ്ടറിവാൻ അടയാളമായിട്ടാ കൊച്ചു പൈതൽ കട്യാവു തന്നെ താൻ പിച്ചി ചീന്തി കാടു കഴിവോളമിട്ടിരുന്നു, കാടു കഴിവോളമിട്ടിരുന്നു. പാവം പക്ഷി ഈ അടയാളം നോക്കി നോക്കി കാട് കഴിയുവോളം ചെന്നു. കാടു കഴിഞ്ഞപ്പോൾ അത് വഴിയറിയാതെ കുഴങ്ങി. പക്ഷേ അവളുടെ ഹൃദയത്തിലെ ആഴമായ സ്നേഹം ആ കുഞ്ഞിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞു. അത് തമ്പുരാൻ്റെ അരമനയോളം ചെന്നു. അടഞ്ഞ കൊട്ടാരവാതിലിനു മുൻപിൽ ആ പക്ഷി ഹൃദയം തകർന്ന് മരിച്ചു വീണു. കൊട്ടാരം സേവകന്മാർ ചന്ദനച്ചീളുകൾ കൊണ്ട് അവൾക്കായി ഒരു ചിതയൊരുക്കി. വീരാളിപ്പട്ടുകൊണ്ട് പൊതിഞ്ഞ് ആ പക്ഷിയെ ദഹിപ്പിച്ചു. നാളുകൾ കഴിഞ്ഞിട്ടും ആ കുഞ്ഞ് തൻ്റെ അമ്മ പക്ഷിയെ ഓർത്ത് വേദനിച്ചുകൊണ്ടിരുന്നു. അദൃശ്യ ലോകത്തിലിരുന്ന് ആ പക്ഷിയും തൻ്റെ കുഞ്ഞിൻ്റെ അടുക്കലെത്താൻ ആഗ്രഹിച്ചു. ഇതാ ത്രിലോകങ്ങൾ ഒരുമിച്ച് അവർക്ക് ഒരു പുനഃസമാഗമം ഒരുക്കുകയാണ്.
സ്നേഹം സ്വാർത്ഥതയ്ക്ക് വഴിമാറുകയും മാതൃസ്നേഹത്തിൻ്റെ മാധുര്യമേറിയ ഉറവകൾ വിട്ടെറിഞ്ഞ് മരുഭൂവിലെ മരീചികകൾ തിരഞ്ഞു പോകുന്ന ഈ കെട്ടകാലത്ത് ഒരു കൽപ്പിത കഥയാണെങ്കിലും ഈ കഥ നമ്മുടെ ഹൃദയത്തിൽ ആർദ്രതയുടെയും നിർമ്മല സ്നേഹത്തിൻ്റെയും അലയൊലികൾ ഉളവാക്കിയെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. സസ്നേഹം, ക്ലാസ് 7.